അവിടുത്തെ ഈ ദുരന്ത മേഖല സന്ദർശിച്ച് അവിടുത്തെ ഈ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഇന്ന് കേന്ദ്ര സംഘം അവിടെ എത്തും. സർക്കാർ സമഗ്രമായ രീതിയിലുള്ള പുനരധിവാസത്തിന് സമഗ്രമായ പുനരധിവാസ പാക്കേജ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും ഇന്ന് ഒരു സമഗ്രമായ ചർച്ച നടത്തും എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഈ സംഘം അവിടെ സന്ദർശിക്കുക? എപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തുക? രാവിലെ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആവശ്യം. എന്നാൽ അങ്ങനെ ഒരു രീതിയില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘം ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഇവിടേക്ക് എത്തുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാവിലെ തന്നെ എത്തുന്ന സംഘം ചൂരൽമല മേഖലയിലും ഒപ്പം തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഈ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളിൽ നിന്നും ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഉചിതമായ ഒരു പാക്കേജ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ അവർ ആരംഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലും കണക്കുകൂട്ടലുകളിലുമാണ് സംസ്ഥാന സർക്കാരുമുള്ളത്. ഇതിനുശേഷം ഇവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം സംസ്ഥാന സർക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു ദുരന്തമുഖത്തെത്തി അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന് അർഹമായ ഒരു പാക്കേജ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. അതിൻ്റെ മുന്നോടി എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ എത്തുന്ന കേന്ദ്ര സംഘം കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം സംസ്ഥാനത്തിന് അനുകൂലമായ ഒരു തീരുമാനം അവർ കൈക്കൊള്ളുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. രാവിലെ എത്തുന്ന സംഘം ചൂരൽമല, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. അവിടെയും ഒപ്പം തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇന്ന് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഇവർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുക. അനന്തു. തീർച്ചയായിട്ടും സനോജ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. കാരണം അവിടുത്തെ ആ ഒരു വളരെ മനോഹരമായൊരു പ്രദേശമായിരുന്നു ഈ ദുരന്ത ഭൂമി. അതായത് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ അതിൻ്റെ ഒരു മനോഹാരിത പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന അവിടുത്തെ ആ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ വലിയ പാറക്കെട്ടുകൾ, ഈ ഉരുൾപൊട്ടി ചെളി നിറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ ആ ഭൂപ്രകൃതി തന്നെ മാറുന്നു. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം വലുതാണ്. കാരണം ഇത് കാണുന്ന ആളുകൾക്ക് തന്നെ അത് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ എത്തുന്ന ഈ കേന്ദ്ര സംഘത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സൈന്യത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഇന്നലെ ഈ സമഗ്രമായ രക്ഷാപ്രവർത്തനം അവർ നടത്തിയ ശേഷം അല്ലെങ്കിൽ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കരസേനയുടെ ഒരു വിഭാഗം അവിടുന്ന് മടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിൽ 2 ഗ്രൂപ്പ് അവിടെ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ആദ്യം മുതൽ തന്നെ അവരുടെ ഇടപെടൽ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. കാരണം ബെയിലി പാലമടക്കം നിർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചു. അത്തരത്തിലൊരു പാലം നിർമ്മാണം നടത്തിയതിന് ശേഷമാണ് ഈ JCB അടക്കം ഉള്ള ഈ സാധന സാമഗ്രികൾ ഇത്തരത്തിൽ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. ഇപ്പോൾ നിലവിൽ 2 പേർ അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ സൈന്യവും ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുകയല്ലേ? അതോടൊപ്പം സൈന്യത്തിൻ്റെ ആ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമല്ലേ? തീർച്ചയായിട്ടും ദുരന്തമുഖത്ത് സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഫയർഫോഴ്സും ഒപ്പം തന്നെ NDRF സംഘങ്ങളും പോലീസും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ സംയുക്തമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ പാലം ഒലിച്ചു പോകുന്ന സാഹചര്യം, മറുകരയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പകച്ചു നിൽക്കുന്ന സമയത്താണ് ഈ
നാട് പകച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് സഹായഹസ്തവുമായി സൈന്യത്തിൻ്റെ കടന്നുവരവ്. അവർ എത്തിയ ഉടൻ തന്നെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അവർ വളരെ വേഗത്തിൽ നേതൃത്വം നൽകുകയും ആ ബെയിലി പാലം പൂർത്തീകരിക്കുകയും അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കുവാനും കൂടുതൽ ആളുകളെ മറുകരയിൽ എത്തിച്ചുകൊണ്ട് മതിയായ ചികിത്സകൾ ഒരുക്കുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് ഈ പാലത്തിൻ്റെ നിർമ്മാണം അതിനൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു. മാത്രമല്ല മുണ്ടക്കൈ പ്രദേശത്തേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു പ്രധാന പാത മാത്രം ഇതാണ്. കാരണം ഈ സൈന്യം നിർമ്മിച്ച ഈ ബെയിലി പാലം മാത്രമായിരുന്നു. അവരുടെ നിസ്വാർത്ഥമായ സേവനത്തെ എത്രത്തോളം പ്രശംസിച്ചാലും മതി വരുന്ന ഒരു കാര്യമല്ല. കാരണം അത്രത്തോളം ഒരു സജീവമായ ഇടപെടലാണ് സൈന്യം ഇവിടെ കാഴ്ചവെച്ചത്. അങ്ങനെ സൈന്യത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി അവർ നൽകിയ സേവനത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വൈകാരികമായ യാത്ര അയപ്പായിരുന്നു ഇന്നലെ സൈന്യത്തിന് ഇവിടെ നൽകിയത്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്നലെ സൈന്യം ഇവിടെ നിന്നും മടങ്ങിയത്. ആദ്യ സംഘം മടങ്ങിയെങ്കിലും ഇന്ന് 135ഓളം വരുന്ന രണ്ടാമത്തെ സംഘവും ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ബെയിലി പാലം, പുതിയൊരു പാലം നിർമ്മിക്കുന്നതുവരെ ഈ ബെയിലി പാലം താൽക്കാലികമായി ഇവിടെ നിലനിൽക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപറ്റം സൈനികരെ ഇവിടെ താൽക്കാലിക ചുമതലയിൽ നിയോഗിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. മുമ്പ് അനന്തു പറഞ്ഞതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുമ്പോൾ അവിടെ രക്ഷകരായി എത്തിയ ആളുകൾ തന്നെയായിരുന്നു നമ്മുടെ സൈന്യം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കൈമെയ് മറന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം തന്നെ നമ്മുടെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള സേനകൾക്കൊപ്പം തന്നെ അവരും ഒരുമിച്ച് നിന്നുകൊണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഒന്നായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് ഒരു മഹനീയമായ മാതൃക തന്നെയാണ്. പ്രത്യേകിച്ച് സൈന്യത്തിന് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഒരു ഐക്യം നേരിട്ട് മനസ്സിലാക്കുവാൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സൈനികർക്കൊപ്പം തന്നെയാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചത്. യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ കൊണ്ട് സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന സന്നദ്ധ പ്രവർത്തകർ സൈന്യത്തിനൊപ്പം അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് അവർക്കും ഒരു കരുണീയമായ മാതൃകയായി എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. എന്തായാലും അത്തരത്തിൽ വളരെ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരുന്നു ഇന്നലെയുള്ള യാത്രയപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സൈന്യം മടങ്ങിയെങ്കിൽ കൂടിയും ഒരുപറ്റം ആളുകൾ രണ്ടാമത്തെ സംഘം ഇന്ന് മടങ്ങുമെങ്കിൽ കൂടിയും പരമാവധി ആളുകളുടെ നേതൃത്വത്തിൽ വീണ്ടും ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്താനുള്ള 152 ആളുകൾക്ക് വേണ്ടിയുള്ള വ്യാപകമായ തെരച്ചിലിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽ രാവിലെ 11 മണി വരെയാണ് ഈ ജനകീയ തെരച്ചിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ താമസിച്ചിരുന്ന നിരവധി ആളുകൾ, ഒഴുക്കിൽപ്പെട്ട് കാണാതായവർ, ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആളുകളുടെ ബന്ധുമിത്രാദികളൊക്കെ തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ആ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ക്യാമ്പുകളിൽ കഴിയുന്ന 190ഓളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച്, ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയെക്കുറിച്ച് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലായി അറിയാൻ കഴിയുക. അവർ നൽകുന്ന വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സന്നദ്ധ സംഘടനകളുടെയും ഒപ്പം തന്നെ സേനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും കണ്ടെത്താനുള്ള 152 പേരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനും നാട്ടുകാർക്കുമുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വ്യാപകമായ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നു വന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി, ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഉടനടി നിർത്തേണ്ടതില്ല എന്നും പരമാവധി ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള വ്യാപകമായ തെരച്ചിൽ തുടരുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അനന്തു.